പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ രാവിലെ ഡൽഹിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ വിമാനത്തിൽ യാത്രയിലാണ്. സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന G20 സമ്മേളനത്തിൽ G20 ലീഡേഴ്സ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഐസൺ, ഈ സബ്മിറ്റിൽ ഏതൊക്കെ പ്രമുഖ നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും? ഒപ്പം ഈ G20 ലീഡേഴ്സ് സബ്മിറ്റിൽ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഐസൺ? ഗൗതം, അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി G20 സമ്മേളനം, അതായത് ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 സമ്മേളനത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി പുറപ്പെട്ടത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് G20 സമ്മേളനത്തിൽ സൗത്ത് ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തിയ G20 സമ്മേളനം ഭാരതത്തിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടന്നപ്പോഴായിരുന്നു എന്ന ഏറ്റവും വലിയ പ്രത്യേകതയുമുണ്ട്. ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരു രാജ്യത്തിന്റെ തലവൻ ഗ്ലോബൽ സൗത്തിൽ തന്നെ നടക്കുന്ന, അതും ആഫ്രിക്കൻ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സമ്മേളനത്തിന്റെ ഭാഗമാകുന്നു എന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രസങ്കല്പങ്ങളുടെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഐക്യത്തിൻ്റെ ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും നിർണായകവും ഏറ്റവും സർഗാത്മകവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് പിന്നാലെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, വാണിജ്യ ബന്ധങ്ങൾ, അതായത് ഈ G20 രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ വിവിധങ്ങളായ സമ്മേളനങ്ങൾ, ഉച്ചകോടികളാണ് നടക്കുന്നത്. ഈ ഉച്ചകോടികളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യമുണ്ടാകും. ഭാരതത്തിൻ്റെ നിലപാടുകൾ, അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം എങ്ങനെയാണ് ഗ്ലോബൽ സൗത്തിനെയും ഭീകരതയെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന നിലപാടുകളും വ്യക്തമായ നിലപാടുകളും എല്ലാം തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ചും വീണ്ടും ഒരു ഭീകരാക്രമണത്തിന്, രണ്ട് ഭീകരാക്രമണത്തിൻ്റെ ഗുരുതരമായ ഭീകരാക്രമണം ഭാരതം അഭിസംബോധന ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ G20 സമ്മേളനത്തിൽ എത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റൊരു പ്രധാന വിഷയം നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതായത് G20 സമ്മേളന വേദിയിൽ മറ്റ് രാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഏറ്റവും നിർണായകമാണ് എന്ന വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഏത് രാഷ്ട്രങ്ങളിലെ നേതാക്കൾ എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ പട്ടികകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ കൂടി, അല്ലെങ്കിൽ ചിലതൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി, സ്ഥിരീകരിക്കപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു വിജ്ഞാപനമോ വിശദീകരണമോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും G20 ഏറ്റവും സുപ്രധാന രാജ്യങ്ങളുമായി എല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതും ഒരു വസ്തുതയാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് 3 ദിവസം നടക്കുന്ന G20 സമ്മേളനത്തിൽ ഏതാണ്ട് മുഴുവൻ സമയവും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമുണ്ടാകും. കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ മറ്റ് പാരിസ്ഥിതിക വിഷയങ്ങൾ, മറ്റ് വാണിജ്യ ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഭാരതം സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുമെന്നതാണ് ഈ G20 ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ ഐസൺ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ ടൗൺ ആയിട്ടുള്ള ജോഹന്നാസ്ബർഗ് ലക്ഷ്യമിട്ടുള്ള യാത്രയിലാണ്. ഈ മാസം 23-ാം തീയതി വരെ നടക്കുന്ന G20 ലീഡേഴ്സ് സബ്മിറ്റിൽ പങ്കെടുക്കുന്നതിനായാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. ആ വേദിയിൽ അദ്ദേഹം നിരവധി പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.